ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ അത് ഈ വർഷം രൂപീകരിച്ച ഒരു ഫൗണ്ടേഷനാണ്. എൻ്റെ പിതാവിൻ്റെ ഓർമ്മയിൽ രൂപീകരിച്ച ഫൗണ്ടേഷനാണ്. ആ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട ചില പരിപാടികൾ എൻ്റെ പിതാവിൻ്റെ ഓർമ്മ ദിവസത്തോടനുബന്ധിച്ച് നടത്തുന്നുണ്ട്. അതിൻ്റെ ഒരു വിശദമായ പരിപാടികളുടെ കാര്യമൊന്ന് പറയാനാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഒന്ന്, ജൂലൈ 14 ഒരു ചികിത്സാ സഹായ പദ്ധതി, അതിൻ്റെ ആരംഭം തുടക്കം കുറിക്കും. അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ ഉമ്മൻചാണ്ടി ചികിത്സാ സഹായ പദ്ധതി എന്നാണ് അറിയപ്പെടുന്നത്. പുതുപ്പള്ളിയിലെ സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടിയുള്ള ചികിത്സാ സഹായ പദ്ധതിയാണ് അത്. അതിൻ്റെ വിശദമായ കാര്യങ്ങൾ 2 ദിവസങ്ങളിൽ ഞാൻ 15 ജൂലൈ 2024 പുതുപ്പള്ളി വാഗ്ദാനം പഞ്ചായത്തിൽ ഉമ്മൻചാണ്ടി സ്മൃതി യാത്ര നടത്തുന്നത്. ജൂലൈ 17, 18, 19, 17 ബഹുമാനപ്പെട്ട കർണാടക സ്പീക്കർ ശ്രീ UT ഖാദർ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു ചിത്ര പ്രദർശനം അയ്യങ്കാളി ഹാളിൽ വെച്ച് സംഘടിപ്പിക്കുകയാണ്. ആ ചിത്ര പ്രദർശനത്തിന്റെ പേര് കുഞ്ഞുഞ്ഞു സ്നേഹസ്പർശം എന്നുള്ളതാണ്. 18 അദ്ദേഹത്തിന്റെ അനുസ്മരണ സമ്മേളനം 11 മണിക്ക് പുതുപ്പള്ളിയിൽ കോട്ടയത്ത് വെച്ച് ബഹുമാനപ്പെട്ട കേരള ഗവർണർ നിർവഹിക്കും. ഒപ്പം സംസ്ഥാന ഒട്ടുക്കുള്ള സംസ്ഥാന തലത്തിൽ മികവ് തെളിയിച്ച 3000 കുട്ടികൾക്ക് 30 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് വിതരണ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കുന്നതായിരിക്കും. 3:30 കോട്ടയത്ത് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ ഓഫീസിന്റെ ഇനോഗ്രേഷൻ ആദരണീയനായ AICCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ MP നിർവഹിക്കുന്നതായിരിക്കും. 4 മണിക്ക് അദ്ദേഹം തന്നെ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ ഉദ്ഘാടനം മാമൻ മാപ്പിള ഹാളിൽ നടക്കുന്ന KPCCയുടെ പരിപാടിയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. 8 മണിക്ക് എൻ്റെ പിതാവിന്റെ പേരിലൊരു സ്പോർട്സ് അറീന അല്ലെങ്കിൽ ഒരു കോർട്ട് ടർഫ് കൂരോപ്പടയിൽ ആരംഭിക്കുകയാണ്. അത് ഒരു വ്യക്തി നൽകിയിരിക്കുന്ന 50 സെന്റിലാണ് അത് പണിഞ്ഞിരിക്കുന്നത്. അതിന്റെ ഉദ്ഘാടനം നടക്കും. ഒപ്പം MLA മാരുടെ ഒരു ഫുട്ബോൾ മത്സരം അന്ന് ഈ സ്ഥലത്ത് വെച്ച് നടക്കുന്നതായിരിക്കും. 19 ജൂലൈ 2024 ഒരു ലീഡർഷിപ്പ് സമ്മിറ്റ് മീഡിയ വണ്ണുമായി ചേർന്നുകൊണ്ട് ഒരു ലീഡർഷിപ്പ് സമ്മിറ്റ് മസ്കറ്റ് സിംഫണി ഹാളിൽ വെച്ച് നടന്നതായിരിക്കും തിരുവനന്തപുരത്ത്. ഉദ്ഘാടനം ശ്രീ PK കുഞ്ഞാലിക്കുട്ടി MLA, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്. 2 പാനൽ ഡിസ്കഷൻസ്, അതിന്റെ മുഖ്യ അതിഥി ശ്രീ K രാധാകൃഷ്ണൻ MP ആയിരിക്കും. 2 പാനൽ ഡിസ്കഷൻ ആയിരിക്കും ഉണ്ടാവുക. ഒന്ന്, എ ഡിഫറെന്റ് ലീഡർഷിപ്പ് സ്റ്റൈൽ ആൻഡ് ഇമ്പോർട്ടന്റ് വാല്യൂസ് ഓഫ് ഉമ്മൻചാണ്ടി. അതിന്റെ മോഡറേറ്റർ ശ്രീ T സിദ്ദീഖ് MLA. രണ്ടാമത്തെ പാനൽ ഡിസ്കഷൻ, ജനസമ്പർക്ക പരിപാടി ആൻ എക്സാമ്പിൾ ഫോർ ദ യൂത്ത് ആൻഡ് യങ് പബ്ലിക് സർവൻസ് ഓൺ ലീഡർഷിപ്പ്. മോഡറേറ്റർ ശ്രീ PC വിഷ്ണുനാഥ് MLA ആയിരിക്കും. സമാപന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ വരികയും അത് ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. മുഖ്യ അതിഥി ശ്രീ ശശി തരൂർ MP ആണ്. 20 ജൂലൈ ഒരു മെഡിക്കൽ ക്യാമ്പ് വെട്ടുകാട് നടത്തുകയാണ് നിംസുമായി ചേർന്നുകൊണ്ട്. അതേ ദിവസം തന്നെ ഒരു ആയുർവേദിക് മെഡിക്കൽ ക്യാമ്പ് വട്ടിയൂർക്കാവിൽ VKM ആയുർവേദ ആശുപത്രിയുമായി ചേർന്ന് 21 ജൂലൈ ഒരു ബാഡ്മിന്റൺ ടൂർണമെന്റ് എൻ്റെ പിതാവിന്റെ ഓർമ്മയിൽ തിരുവനന്തപുരത്ത് നടത്തുന്നു. 22 ജൂലൈ ഉമ്മൻചാണ്ടി സ്കോളർഷിപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞ 3000 കുട്ടികളുടെ ഒരു തുടർച്ചയായിട്ട് 1000 കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന ചടങ്ങ് ബഹുമാനപ്പെട്ട ഗോവ ഗവർണർ ശ്രീ ശ്രീധരൻ പിള്ള അവർ വരികയും മുഖ്യ അതിഥിയായി ശ്രീ രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്നു. അതിനോടൊപ്പം തന്നെ ശ്രീ പന്ന്യൻ രവീന്ദ്രൻ XMP, ശ്രീ തമ്പാൻ രവി അവർ എന്നിവർ പങ്കെടുക്കുന്നതായിരിക്കും. 23 ജൂലൈ ഒരു സംസ്ഥാനതല ബാഡ്മിന്റൺ ടൂർണമെന്റ് കൊല്ലത്ത് അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ സംഘടിപ്പിക്കുന്നു. 22, 23, 24 തീയതികളിൽ ഒരു ദേശീയ ക്രിക്കറ്റ് ടൂർണമെന്റ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടത്തുന്നു. 25 ജൂലൈ കേരളത്തിന് അടക്കം പല വീടുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു വീടിന്റെ തുടക്കം കന്യാകുമാരിയിലെ താക്കോൽ ദാനം നൽകിക്കൊണ്ട് 25 ജൂലൈയിൽ നടക്കുകയാണ്. പിന്നെ ഓഗസ്റ്റ് 21 തൊട്ട് 23 വരെ
ഒരു സംസ്ഥാന തലത്തിലുള്ള ഒരു ഫുട്ബോൾ ടൂർണമെന്റ് മലപ്പുറത്ത് നടക്കുന്നു. ഇപ്പം സെപ്റ്റംബർ 8 ഉമ്മൻചാണ്ടി മെമ്മോറിയൽ MLA എക്സലൻസ് അവാർഡ് ഫോർ SLC ആൻഡ് +2 സ്റ്റുഡൻസ് അത് പുതുപ്പള്ളിയിൽ വെച്ച് നടത്തപ്പെടുന്നതായിരിക്കും. ഇത്രയും പരിപാടികളാണ് അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരെയും പിന്തുണ ഉണ്ടാവണം. ഒപ്പം ഞാൻ കരുതുന്നത് ഇന്നും നാളെയൊക്കെ ആയിട്ട് ഇവിടെ ആദ്യമായി ഒരു ഷിപ്പ് വരികയാണ്. അല്ലെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ ഏറ്റവും വലിയൊരു ആദരവായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അദ്ദേഹം ഒത്തിരി പരിശ്രമിച്ച ഒരു കാര്യമാണ് വിഴിഞ്ഞം പ്രോജക്ട്. അതിന്റെ ആദ്യത്തെ ഷിപ്പ് ഈ ആഴ്ചയിൽ വരുന്നത് തന്നെ തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് കൂടുതൽ കരുത്ത് പകരുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു.